ഫർസാനയുടെ മാലയും പണയം വെച്ചു. പകരം നൽകിയത് മുക്കുപണ്ടം. അഫാന്റെ കുടുംബത്തിന്റെ കടബാധ്യത അന്വേഷിച്ച പോലീസ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാന്റെ കുടുംബത്തിന്റെ കടബാധ്യതയുടെ ആഴം കണ്ടെത്താൻ അന്വേഷണ സംഘം. കടം നൽകിയവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു തുടങ്ങി. കാമുകി ഫർസാനയുടെ മാലയും അഫാൻ പണയം വെച്ചിരുന്നു. പകരം മുക്കുപണ്ടം നൽകുകയായിരുന്നു. ഈ മാല എടുത്തു തരണമെന്ന് ഫർസാന അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് പോലീസ് പറയുന്നു. അതേസമയം കൂട്ടക്കൊലയ്ക്ക് കാരണം വൻ കടബാധ്യത എന്ന നിഗമനത്തിലേക്ക് എത്തുകയാണ് പോലീസ്. അഫാന്റെ അറസ്റ്റ് പോലീസ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. ഡോക്ടർമാരുടെ അനുമതി ലഭിച്ചാലുടൻ മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് തീരുമാനം. തുടർന്ന് മജിസ്ട്രേറ്റിനെ ആശുപത്രിയിലെത്തിച്ച് റിമാൻഡ് ചെയ്ത് ആശുപത്രിയിൽ തന്നെ തുടരും. ആശുപത്രിയിൽ ചികിത്സയിലുള്ള അഫാന്റെ ഉമ്മയുടെ മൊഴിയും പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. അഫാന്റെ കടബാധ്യതയുടെ ആഴം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇതിന്റെ ഭാഗമായി കുടുംബത്തിന് കടം നൽകിയവരുടെ വിവരം പോലീസ് ശേഖരിക്കുകയാണ്. അഫാന്റെയും ഷെമിയുടെയും മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അഫാന്റെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി പരിശോധിക്കാൻ സൈബർ പോലീസിനും കത്ത് നൽകിയിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കുടുംബം കടക്കണിയിലായിരുന്നുവെന്ന് അന്വേഷണത്തിൽ പോലീസ് സ്ഥിരീകരിച്ചു. പിതാവിന്റെ വിദേശത്തെ ബാധ്യത കൂടാതെ കുടുംബത്തിന് 65 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നുവെന്നാണ് അഫാൻ പോലീസിന് നൽകിയ മൊഴി. 12 പേർക്ക് വൻതുകകൾ നൽകാനുണ്ട്. ചിട്ടിപിടിച്ച തുകകളും തിരിച്ചടയ്ക്കാനായിട്ടില്ലെന്നും അഫാൻ പറഞ്ഞു. പണം കടം വാങ്ങി തിരിച്ചുമറിച്ചും നൽകിയാണ് പിടിച്ചുനിന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നറിഞ്ഞതോടെ പലരും പണം നൽകാതെയുമായി. അർബുദ രോഗബാധിതയായ അഫാന്റെ ഉമ്മ ഷെമിയുടെ ചികിത്സയ്ക്ക് പോലും പണമില്ലാത്ത അവസ്ഥയായി. ഇതേ തുടർന്ന് കൂട്ട ആത്മഹത്യയെപ്പറ്റി പോലും ആലോചിച്ചിരുന്നു. അമ്മുമ്മയെ കൊലപ്പെടുത്തി എടുത്തുകൊണ്ടുപോയ മാല പണയം വെച്ച് കിട്ടിയ തുകയിൽ നിന്നും 40,000 രൂപ കടം വീട്ടാനാണ് അഫാൻ ഉപയോഗിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. അഫാന്റെ അമ്മ ഷെമിക്ക് 65 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്.